കടമ്പയുടെ ആ ഒരു അവസാന ഘട്ടത്തിൽ തന്നെ വേണുചേട്ടന് ഈ പിന്നെ സിനിമയിലേക്കുള്ള ഒരു 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 യാത്ര തുടങ്ങിയിരുന്നു. തമ്പ്, അതുപോലെ പപ്പേട്ടൻ്റെ ഫിലിം, ഭരതേട്ടൻ്റെ പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ പ്രസിദ്ധമായ മുക്കുറ്റി തിരുതാളി കാടുംപടലും പറിച്ചു കെട്ടിത്ത, അത് അച്ഛനും രാജേഷ് ചെയ്ത പാട്ടാണ്. മരുത് എന്ന ഒരു ക്യാരക്ടറുണ്ട് വേണുചേട്ടൻ്റെ. ആ ക്യാരക്ടർ പാടുന്ന ഒരു ഒറ്റയാൾ എന്താണ് വേണുചേട്ടനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു ഭരതേട്ടൻ ആ സിനിമയിൽ, എന്ത് വേണേൽ കാണിച്ചോളാൻ. അപ്പോൾ ഒരു കമ്പൊക്കെ പിടിച്ചിട്ട് കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സിനിമാ യാത്ര വേണുചേട്ടൻ്റെ തിരുവനന്തപുരം ജീവിതത്തിൽ ഞങ്ങളോടൊപ്പം പിന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയപ്പോൾ അവനവൻ കടമ്പയുടെ ഏതാണ്ടൊരു കുറേ ഷോസ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു യാത്രയ്ക്ക് തുടക്കമിട്ടത്. അത് വേണുചേട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഴിത്തിരിവായിരുന്നു. നാടകത്തിലൂടെ വന്നു. അത് ആ സമയത്ത് തന്നെ ഗോപിച്ചേട്ടനും ആ കാലത്ത് ഇവിടെ ശങ്കരപ്പിള്ള സാറിൻ്റെ നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു. ഗോപിയണ്ണൻ്റെ അതിനകത്ത് ഒരു നടനായിരുന്നു ഗോപിച്ചേട്ടൻ ശങ്കരപ്പിള്ള സാറിൻ്റെ ഇതിൽ. ആ സമയത്ത് നരേന്ദ്രപ്രസാദ് എൻ്റെ കൂടെ നമ്മുടെ പിന്നെ മുരളിച്ചേട്ടൻ, ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവരൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് താമസിച്ചിരുന്ന, ശാസ്താമംഗലത്തിന് ചുറ്റും താമസിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇവരൊക്കെ തന്നെ അന്യോന്യം കാണുക. ഇടയ്ക്ക് ജോൺ എബ്രഹാം എന്ന് പറയുന്ന സിനിമ സംവിധായകൻ വരിക. ഈ തമ്പ് എന്ന് പറയുന്ന വേണുചേട്ടൻ്റെ ഒരു സങ്കേതമുണ്ട്, വേണുചേട്ടൻ ഒറ്റയ്ക്കുണ്ടായിരുന്നപ്പോൾ കല്യാണത്തിന് മുമ്പ്. അങ്ങനെ അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുക. പിൽക്കാലത്ത് വേണുചേട്ടൻ്റെ കല്യാണം അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന്, വേണുചേട്ടൻ്റെ തന്നെ ഒരു അകന്ന ബന്ധു, അമ്മാവൻ്റെ മകള് ആണ് സുശീല ചേച്ചി, അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. ഇങ്ങനെ ചില കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇത്രയും കൂട്ടായ്മകൾ, കലാകാരന്മാരുടെ ഇത്രയധികം കലാകാരന്മാർ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നികുഞ്ചം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വഴുതക്കാട് അടുത്ത്. ആ നികുഞ്ചത്തിൽ ഇവരൊക്കെ റിഹേഴ്സൽ ഇല്ലാതിരുന്നപ്പോൾ, ഞങ്ങൾക്ക് പിന്നെ നാടകത്തിൻ്റെ റിഹേഴ്സൽ ഇല്ലാതിരുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞുമൊക്കെ രാത്രി കാലങ്ങൾ അരവിന്ദേട്ടനും നമ്മുടെ അയ്യപ്പ പണിക്കർ സാറ് ഇവരൊക്കെ ചേർന്നുള്ള ചില കൂട്ടായ്മകൾ, അവിടെയുള്ള കവിതകൾ, പാട്ടുകൾ ഇടയ്ക്ക് എന്നെ കൊണ്ട് പാടിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അരവിന്ദേട്ടന് ഈ പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തോടൊരു ഭ്രമമാണ്. അങ്ങനെ ഇടയ്ക്ക് എന്നെക്കൊണ്ട് ഇന്ദോള രാഗം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ദോള രാഗമൊക്കെ പാടിപ്പിക്കും. അപ്പോൾ അരവിന്ദേട്ടൻ ഇങ്ങനെ ഈ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. സിനിമ എടുക്കുമ്പോഴാണ് പോലും വാചാലമല്ല, സിനിമയാണ് സംസാരിക്കുക, അതും സൈലൻ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ കാഞ്ചന സീത, തമ്പ്, എസ്തപ്പാൻ അച്ഛൻ്റെ കഥയായിരുന്നു. എസ്തപ്പാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛൻ്റെ കഥയായിരുന്നു. അങ്ങനെ കുറച്ച് സിനിമകൾ ഇതിൻ്റെ ഒരു ഭാഗമാകാനും അതിനോടൊപ്പം ചിലവഴിക്കാനും നമ്മൾ അതിൽ ചില പാട്ടുകൾ പാടാനും, അരവിന്ദേട്ടൻ്റെ സംഗീത സങ്കല്പം സിനിമയിൽ ഉപയോഗിക്കുന്ന സംഗീതം എങ്ങനെ ആയിരിക്കണം എന്നുള്ള വേറൊരു സങ്കല്പമാണ്. അപ്പോൾ അതിൽ തമ്പിൽ വെച്ചിട്ടാണ് അരവിന്ദേട്ടന് പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ആദ്യത്തെ സംരംഭമായതുകൊണ്ട് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഇത് ഭയങ്കര ഇൻസ്ട്രുമെൻറ്റേഷനോടുകൂടി ഇത് വെളിയിൽ ഇറക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി മദ്രാസിൽ ഇപ്പോൾ ഇതെല്ലാം ചെയ്തു. അവസാനം എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ വീരേന്ദ്രേട്ടൻ പറഞ്ഞു, നമുക്ക് സിനിമയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്നും വേണ്ട, വെറും റോ വോയിസ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ കാനകപ്പെണ്ണ് ചെമ്മരത്തി കണ്ണീറാങ്കുന്നും മേൽ ഭജനം പാർത്ത്, ഇത് ഉഷാരവി എന്ന് പറയുന്ന നമ്മുടെ അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന രവി മുതലാളിയുടെ വൈഫാണ് ഉഷാരവി, ചേച്ചിയാണ് പാടിയത്. അപ്പോൾ അത് പാട്ട് സിനിമയിൽ പാട്ട് മാത്രമേ ഉള്ളൂ. ഒരു സർക്കസ് കൂടാരത്തിലിരുന്ന ആ ഒരു പെൺകുട്ടി പാടുന്ന ഈ പാട്ട് മാത്രമേ അതിനകത്തുള്ളൂ, വോയിസ് മാത്രമേ ഉള്ളൂ. മറ്റേ ഓർക്കസ്ട്രയൊക്കെ പിന്നീട് കാസറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു, എപ്പോഴും പറയുമായിരുന്നു, വലിയ ഷോക്കായിരുന്നു. കാരണം ആദ്യത്തെ സിനിമാ സംരംഭത്തിന് വലിയ ഓർക്കസ്ട്രയോട് കൂടി വേണം എന്നൊക്കെയുള്ള ആരുടെയും ആഗ്രഹമാണ്, ഏതൊരു മ്യൂസിക് ഡയറക്ടറുടെയും ആഗ്രഹമാണ്. പക്ഷേ അരവിന്ദ് ചേട്ടൻ്റെ സംഗീത സങ്കല്പം വേറെയായിരുന്നു. ആ സംഗീത സങ്കല്പത്തിൻ്റെ എന്താ പറയുക, വളരെ
ഒരു ദീർഘമായ ഒരു സംഭവമായിരുന്നു അരുൺജേട്ടൻ്റെ കുമ്മാട്ടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ. അതിൽ കുട്ടികളുമായിട്ട് ചേർന്ന് കുമ്മാട്ടി എന്ന കഥാപാത്രം കുട്ടികളുമായിട്ട് ചേർന്ന് പാടുന്ന പാട്ടുകൾ, ഓടിയോടിക്കളെ ആനന്ദക്കുട്ടികളോ ഇന്ത തകർത്ത മുല്ലേ, ഇത് കുമ്മാട്ടി എന്ന് പറയുന്ന ആ ക്യാരക്ടറിൽ അഭിനയിച്ച രാമുണ്ണി മാസ്റ്ററുണ്ട്. അദ്ദേഹം അമ്പലപ്പുഴ സഹോദരന്മാരുടെ ഒരു ഇളയ സഹോദരനാണ്. ഈ രാമുണ്ണിയെ തപ്പി അരവിന്ദേട്ടനും അച്ഛനും കൂടെ പോയ ഒരു സംഭവമുണ്ട്. രാമുണ്ണി എന്ന് പറയുന്ന ആ കലാകാരൻ ആണ് ഇതിന് ആപ്റ്റ്. കുമ്മാട്ടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ കുമ്മാട്ടി എന്ന ക്യാരക്ടർ അഭിനയിക്കാൻ ആപ്റ്റ് എന്ന് അച്ഛൻ പറയുകയും അദ്ദേഹത്തെ കാണാനായിട്ട് അമ്പലപ്പുഴയിൽ പോയപ്പം അമ്പലപ്പുഴയിലില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് ബാലെ എന്ന് പറഞ്ഞാൽ അതിൽ കളിക്കാൻ പോകും. അദ്ദേഹത്തിന് ഇല്ലാത്ത ഇടപാടൊന്നുമില്ല. നാദസ്വരം വായിക്കും, ബാലെ ചെയ്യും, ഡാൻസ് കമ്പോസ് ചെയ്യും, അങ്ങനെ സർവ്വകലാവല്ലഭനാണ്. അപ്പോൾ അദ്ദേഹത്തെ തേടി ഈ ബാലെ നടക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ഒരു ഓല അതിൽ പോയി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ബാലേക്കുള്ള. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അരവിന്ദേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവത്തിൽ സിനിമയിൽ അഭിനയിക്കാനുണ്ട്, ഒന്ന് വരാമോ എന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛനാണ് പരിചയമുള്ളത് രാമുണ്ണിയെ. അതിനെന്താ കുഴപ്പമില്ല, ഞാനൊരു 5 ദിവസം തരാം, 5 ദിവസം ഞാൻ അവിടെ നിന്നെല്ലാം. അപ്പോൾ അരവിന്ദേട്ടൻ പതുക്കെ പറഞ്ഞു, 5 ദിവസം പോരാ, ഒരു മാസം വേണം. ഓ, 1 മാസം, അപ്പോൾ എൻ്റെ ഇതെടുത്ത് പരിപാടിയൊക്കെ മുടങ്ങുമല്ലോ. അപ്പോൾ അതിന് ഒരു ഡേറ്റൊക്കെ കൊടുത്ത് അവിടെ രാമുണ്ണി വരികയും അത് വലിയൊരു ഇതായിരുന്നു. പിന്നെ അവിടെ ഒരു ഫെസ്റ്റിവലായിരുന്നു. ആ ചീമേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വലിയൊരു സംഭവമായി അത് മാറി, ഈ കൊമാട്ടി എന്ന് പറഞ്ഞ അതിൻ്റെ ചിത്രീകരണം. അപ്പം അതിലെ പാട്ടുകൾ വളരെ വളരെ എന്താ പറയണ്ടത്, പിൽക്കാലത്ത് ഈ പിന്നെ കറുകറ പോലുള്ള പാട്ടുകൾ, മാനത്തെ മച്ചോളം എന്ന് പറയുന്ന ആ കുട്ടികളുടെ സംഘം പാടിയത്. ആ കുട്ടികളുടെ സംഘത്തിൽ KS ചിത്ര ഒക്കെ ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ് അന്ന് പാടിയത്. MJ രാജേഷൻ ചേട്ടൻ അവരെ കൊണ്ടൊക്കെയാണ് അന്ന് മിനി കോറൽ പോലെ പാടിച്ചത്. ആ പാട്ട് ഞാൻ പിൽക്കാലത്ത് ഈ കവാലം കവിതകൾ എന്ന് പറയുന്ന ഒരു കാസറ്റ് എടുത്തിട്ട് അതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അക്കാലത്ത് ഈ കാസറ്റൊന്നും വലിയ വ്യാപകമായിട്ട്, പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾക്ക് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന, അന്ന് പിന്നീട് പല വേദികളിലും ഞാനത് പാടി നടന്നുകൊണ്ട് ഞാനത് ഒരു ഭ്രമമുള്ള പാട്ടുകളായിരുന്നു. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റെടുത്ത കുറേ പാട്ടുകളുണ്ട്, കവിതകളും ആ പാട്ടുകളും ഒക്കെ. അത് എൻ്റെ ഒരു ജീവശ്വാസമായിട്ട് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന പാട്ടുകളാണ്. കുമ്മാട്ടിയുടെ പാട്ടുകൾ ഒക്കെ അത് ഉണ്ടാക്കുന്ന ഒരു സമയത്ത് വളരെ രസകരമാണ്. അതൊക്കെ രാജേഷൻ ചേട്ടനുമായിട്ട് ഇരുന്ന് അത് പാട്ടുകൾ ഉണ്ടാക്കുക. അച്ഛൻ്റെ നിർബന്ധത്തിലാണ് അതിനകത്തെ കുമ്മാട്ടിലെ ഒരു പാട്ട്, അതായത് കറുകറക്കാർ മൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നെള്ളും മൂർത്തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ. ഇത് ഒരു കേരളീയ രാഗത്തെ പിന്നെ അതിലാണ് ചെയ്തിരിക്കുന്നത്, ആ രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത്. സാമന്തമലഹരി എന്ന് പറഞ്ഞ രാഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ രാധാകൃഷ്ണൻ ചേട്ടനെ ഈ സാമന്തമലഹരി എന്ന കേരളീയ രാഗത്തിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ത്യാണിയുണ്ട്. ആ ത്യാണി ഇങ്ങനെയാണ്: നീലകണ്ഠ മനോഹരേ ജയ നീലകഞ്ച വിലോചനേ ജയ നീലകുന്തള ജാലസംഗത ബാലചന്ദ്ര വിഭൂഷണേ ജയ എന്ന് പറഞ്ഞ ത്യാണി. അതൊരു 4 ലൈൻസ് അല്ലെങ്കിൽ 8 ലൈൻസേ ഉള്ളൂ. ആ ത്യാണി ഈ ഇടയ്ക്കകൊട്ടി അമ്പലങ്ങളിൽ പാടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അച്ഛൻ അത് റെക്കോർഡ് ചെയ്ത്, ആരുടെയോ പാട്ട് റെക്കോർഡ് ചെയ്ത് ഈ ത്യാണി രാജേഷൻ ചേട്ടനെ ഇങ്ങനെ കേൾപ്പിച്ചു. അതിങ്ങനെ കേട്ട് രാജേഷൻ ചേട്ടൻ അതിൽ നിന്ന് സാമന്തമലഹരി എന്ന രാഗത്തിൻ്റെ ഒരു ഛായ രൂപീകരിച്ചെടുത്തു. എന്നിട്ടാണ് ഈ കറുകറ കാർമുകിൽ എന്ന പാട്ട് അച്ഛൻ അതിൽ ചെയ്യിക്കുന്നത്.
അപ്പോൾ കറുകറ കാർമുകിൽ ഒരു മഴ പാട്ടായിട്ടാണ്. കുമ്മാട്ടിയിലെ ആ ചിത്രത്തിലെ അങ്ങനെ തന്നെയാണ്. എന്താണ് കർക്കടക തേവരെ എന്ന് പറയുന്നത്. ആദ്യം ഞാനിപ്പം അടുത്ത കാലത്ത് ഇത് യൂട്യൂബിൽ ഇട്ടപ്പോഴത്തേക്കും എത്രയോ ആൾക്കാർ ഇത് ഭക്തിഗാനമാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വഴിക്കേ വന്നിട്ടില്ല. ഇപ്പോൾ അത് മഴപ്പാട്ടാണെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ നിത്യേന ആയിരക്കണക്കിന് ആൾക്കാരാണത് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 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 എന്താ പറയണ്ടത്, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം ജനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഞാൻ അന്നത് കേവലം കവിതകൾ പാടിയിട്ടതുകൊണ്ട് അതിപ്പോഴും ജനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു എത്രയോ വർഷം മുമ്പാണ് ഞാനത് കാസറ്റ് എടുത്തത്. ആ കറുകറ കാർമുകിലിനോടൊപ്പമുള്ള നേരത്തെ പറഞ്ഞ മാനത്തെ മച്ചോളം, ഇപ്പം അത് കുമ്മാട്ടി എന്ന കഥാപാത്രവും കുട്ടികളും ചേർന്ന് ഉല്ലസിച്ച് പാടുന്ന ഒരു രംഗമാണ്. മനത്തെ മച്ചോളം തലയെടുത്ത് കുമ്മാട്ടിയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അത് കുട്ടികൾ മാത്രം പാടുന്നതാണ്. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി, മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി 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 പൂവിടാൻ കുന്നിൻ്റെ തോളത്ത്, ഭൂമി കാണാൻ വരും കുമ്മാട്ടി. പറന്നാണോ പല്ലക്കിലാണോ, ഇരുന്നാണോ നടന്നാണോ, പറന്നാണോ പല്ലക്കിലാണോ, ഇരുന്നാണോ നടന്നാണോ, മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി കുമ്മാട്ടി കുമ്മാട്ടി. ഇതൊരു പാട്ട്. അതുപോലെയാണ് ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ, ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ ഇന്ത തകർത്ത മുല്ലേ, ഒന്നാം കോട്ടയ്ക്ക് കാവലൻ ഉറുമ്പുറുമ്പോ ഇന്ത തകർത്ത മുല്ലേ, പാലുവം പാടം വരമ്പിട്ട നീളുറുമ്പോ ഇന്ത തകർത്ത മുല്ലേ, ഒന്നാം കോട്ടയ്ക്ക് കാവല് നിന്നിട്ട് പാലുവം പാടം വരമ്പിട്ട നീളുറുമ്പോ ഇന്ത തകർത്ത മുല്ലേ, തകർത്ത മുല്ലേ തകർത്ത മുല്ലേ തകർത്ത മുല്ലേ, ഓടിയോടിക്കളി ആനന്ദക്കുട്ടികളോ ഇന്ത തകർത്ത മുല്ലേ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അതിനകത്ത് മറ്റൊരു പാട്ടാണ് ആരംഭത്തീർ, അതായത് ഒരു പ്രഭാതത്തിൻ്റെ ആ തുടക്കത്തിലെ അതിനെപ്പറ്റി വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്. സൂര്യൻ വരുന്ന ആ ഒരു ആരംഭത്തീരമ്പത്തൂരമ്പത്തേരമ്പം. വാക്കുകൾ നോക്കണം. ആലോലുല ചേലുല പാലുല കിഴക്ക് നേരെ മലക്ക് മേലെ, പഴുക്കാപ്പാക്കിൻ്റെ പഴുപ്പും മുഴുപ്പും കൊഴുപ്പും, പഴുപ്പും മുഴുപ്പും കൊഴുപ്പും, തട്ടിയൊടഞ്ഞ വെടലത്തേങ്ങ ചിരിപ്പും തരിപ്പും തെറിപ്പും, ചിരിപ്പും തരിപ്പും തെറിപ്പും. ആരംഭത്തീരമ്പത്തൂരമ്പത്തേരമ്പം, ആലോലുല ചേലുല പാലുല കിഴക്ക് നേരെ മലക്ക് മേലെ. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ വിപുലീകരണം അത് ഈ പാട്ടിലുമുണ്ട്. ആരംഭത്തൂരമ്പത്തീരമ്പത്തേരമ്പം എന്ന് പറയുന്ന ഈ കുമ്മാട്ടി വരുന്നത് ഇങ്ങനെ ഈ ഒരു ചിലമ്പ് ഇങ്ങനെ ഒരു വാളിങ്ങനെ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ആരംഭത്തരമ്പത്ത് ഈരമ്പത്ത് ഇരക്കേക്കാട്ട് വല്ലിക്കാട്ട് വഴി ഞാൻ ഇങ്ങനെ പ്രവേശിക്കുന്നതാണ്. പല പ്രദേശങ്ങളിലൂടെ കടന്ന് ആ പ്രദേശങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന ഒരു പാട്ടാണത്. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ പാട്ടിന് പ്രാധാന്യമുള്ളൊരു സിനിമയായിരുന്നു കുമ്മാട്ടി. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് അതിലെ പാട്ടുകൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ സിനിമ എന്താ പറയുക ഇതിൻ്റെ ഒരു കാസ്റ്റ് ഇറക്കാനിടയായത്. അത് പല വേദികളിലും ഞാനിങ്ങനെ പാടി നടന്നിരുന്ന പാട്ടുകളാണ്. ഇപ്പോഴും അതിൻ്റെ
എന്താ പറയണ്ടത്, ആ ഒരു ചൈതന്യം, ആ ഒരു നൊസ്റ്റാൾജിയ ഇപ്പോഴും ഉള്ള പാട്ടുകളാണ്. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റുന്ന പാട്ടുകളാണ്, തലമുറകൾ നിലനിൽക്കുന്ന പാട്ടുകളാണ് എന്ന് ഇപ്പോഴും ഞാനത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല പാട്ടുകളെ പോലെ അല്ലാണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും അത്, എൻ്റെ കൊച്ചുമകൾക്ക് പോലും അതിന് താല്പര്യമുണ്ട്. അപ്പോൾ അത് തലമുറകൾ നിലനിൽക്കുന്ന ഒരു ഒരു എഴുത്താണ് അതിന് കൊടുത്തിരിക്കുന്ന ഈണം. അങ്ങനെയാണ് എം ജി രാധാകൃഷ്ണൻ ചേട്ടനും അതിൻ്റെ ഭാഗമായി എന്നുള്ളത് ആ സംഗീത സംവിധായകനെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ഒരു എന്താ പറയുക, രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന പാട്ടുകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇതിലെ പാട്ടുകൾ. അപ്പം അതിനൊക്കെ ഈ ഒരു കൂട്ടുകെട്ട്, അച്ഛൻ്റെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് എത്രയോ നല്ല പാട്ടുകൾ പിറന്ന ഒരു കൂട്ടുകെട്ടാണ്. ഈ പറയുന്ന ഈ മുക്കുറ്റി തിരുതാളി എന്ന് പറയുന്ന പാട്ടിനോടൊപ്പം വന്ന മറ്റൊരു പാട്ടുണ്ട് സിനിമയിൽ, ജില്ലം 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 തുള്ളട തുള്ളട കോനാരേ കോനാരേ, ദാസേട്ടൻ പാടിയ പാട്ടാണ്. കടുന്തുടിയിൽ തിന്തക്കന്ത് മൃതേ തപ്പിലുടുക്കിൽ തിമൃതക്കന്തിന്തേ ഊരു ചുറ്റിക്കൊണ്ടാർപ്പോ ഹീയോ ആരവരവ തിന്തക്കന്ത് മൃതേ കടുന്തുടിയിൽ തിന്തക്കന്ത് മൃതേ തപ്പിലുടുക്കിൽ തിമൃതക്കന്തിന്തേ. ജില്ലം 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 എന്ന് പറയുന്നത് ഈ ചേങ്ങില അടിക്കുന്ന ശബ്ദമാണ്. ജില്ലം 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 തുള്ളട തുള്ളട കോനാരേ കോനാരേ. ഇതിലൂടെ ചില എന്താണ് ചില നൃത്ത ചുവടുകൾ, ഇപ്പോൾ ആട്ടപ്പണ്ടാരം എന്ന് പറഞ്ഞാൽ അവർ നൃത്തം ചെയ്യണമല്ലോ, പാട്ടുകാരപ്പുറത്തുനിന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. തൂവിത്തിന്തൂവിത്തിത്തേ അണ്ട കലി വന്നേ തൂവിത്തിന്തൂവിത്തിത്തേ അണ്ട കലി വന്നേ അവനവൻ കടമ്പക്കൽ. ഇങ്ങനെ കളിച്ച് 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 കൊണ്ട് കടമ്പക്കൽ കൊണ്ട് വീഴിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ആട്ടപ്പണ്ടാരത്തിൻ്റെ ഈ മൂവ്മെൻറ്റ്സൊക്കെ അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന സംഭവമാണ്. കാരണം ഈ ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൃത്തത്തിലും പ്രാവീണ്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊണ്ട് ആ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിക്കുന്ന, ഇതെങ്ങനെ ഒരു ഡിസൈൻ വേണമല്ലോ, ഒരു നാടകത്തിൻ്റെ ആ ഡിസൈൻ എല്ലാം അരവിന്ദേട്ടനും ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അരവിന്ദേട്ടനാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അത് എല്ലാവരുടെയും ഇൻപുട്സ് എടുത്ത് ഡിസൈൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വേഷവിധാനങ്ങളും അരവിന്ദേട്ടനാണ് ചെയ്തത്. അതിപ്പോഴും ആ ഒരു പാളയിലുള്ള ഉടുപ്പുകൾ, മറ്റേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇതുണ്ടല്ലോ, തെങ്ങിൻ്റെ മറ്റേ ഇത് ആ ഓല എല്ലാം തൂക്കിയിട്ടിട്ടുള്ള പച്ചപ്പ്, ഇതുകൊണ്ടാണ് ആ ഉടുപ്പ് ഇട്ടിരിക്കുന്നത് എല്ലാ ആട്ടപ്പണ്ടാരും. അപ്പോൾ അതുപോലെ തൊപ്പി ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അത് വെച്ചുകൊണ്ടൊരു പാട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ. അത് അപ്പോൾ ഭിക്ഷ എടുക്കുന്ന പോലെ ഒരു തമാശ ഇതുപോലെ ഉണ്ട്. അത് പാള ഊരി താ എന്ന് പറയുന്ന പാട്ട് പരീക്ഷയോട് ചോദിക്കുന്ന. അപ്പോൾ അവർ തമ്മിലുള്ള പാട്ട് പരീക്ഷയും ഈ രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള ഇൻറ്ററാക്ഷനും അതിനിടയിൽ സംഭവിക്കുന്ന ഇരട്ടക്കണ്ണൻ പക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രം നാട്ടിൽ വരികയും ചത്ത ശവം ആറ്റിലൂടെ പമ്പയാറ്റിലൂടെ ഒഴുകുകയും ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ, ചില ഇമേജറീസ്. അപ്പോൾ ഈ അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്ന ഈ നാടകത്തിന് മുമ്പ് ഒരിക്കലും നാടകത്തെപ്പറ്റി ചർച്ച ചെയ്ത് അതിനെ പരത്തി പറഞ്ഞ് അവ്യക്തമാക്കിയിരുന്നില്ല. നാടകമാണ് സംസാരിക്കുന്നത്, നാടകത്തെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. നാടകം കാണുമ്പോൾ അതിന്ന് പ്രേക്ഷകന് കിട്ടുന്ന അതാണ് അത് എന്താ പറയേണ്ടത്, അത് അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും നാടകം ഇങ്ങനെയാണ് ഇത് നടക്കാൻ പോകുന്നതിൻ്റെ ജിസ്റ്റ് ഇതാണ് എന്നൊന്നും ഒരിക്കലും അച്ഛൻ ഒരു നാടകത്തിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. അത് പ്രേക്ഷകൻ്റെ ഉള്ളിലാണ് ഇത് നാടകം സംഭവിക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് എടുത്തിരുന്നത്. അങ്ങനെയാണ് വേണ്ടിരുന്നത്. കാണാൻ വലിയൊരു ഒരു ആൾക്കൂട്ടമൊന്നും വേണമെന്നില്ല, 10 പേര് മതി, മനസ്സിലാക്കുന്ന 10 പേര് മതി എന്നാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു അന്നത്തെ ഒരു സംഘത്തിലുള്ള ആളാണ് നമ്മുടെ അയ്യപ്പ പണിക്കർ സാറും. അപ്പോൾ അച്ഛൻ എപ്പോഴും എല്ലാ ദിവസവും ഇവർ തമ്മിൽ കണ്ടിരുന്നു. അരവിന്ദേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു ഒരുമിച്ച്. ഈ ചർച്ചകൾ, സാഹിത്യ ചർച്ചകൾ, നാടക ചർച്ചകൾ ഒക്കെ നിത്യം നടന്നിരുന്നു. അച്ഛന് ദിവസവും ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എപ്പോഴും വൈകിട്ടായ
പണിക്കർ സാറിൻ്റെ അയ്യപ്പണിക്കർ സാറിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ ചിലപ്പോൾ അവർ ഒരുമിച്ച് അരവിന്ദ് ചേട്ടൻ അവിടെ അടുത്താണ് താമസിക്കുന്നത്, അവിടെ പോവും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ കടമ്പ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, കൂട്ടായ ചർച്ചകളുണ്ടായിരുന്നു. ഒരാൾ മാത്രം ഡിസൈൻ ചെയ്യുന്ന ഒന്നല്ല, ഒരാൾ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം. ഇതെല്ലാം കൂട്ടിക്കെട്ടി ഇതിൻ്റെ ഒരു ഫോം ചെയ്യണം. അത് എപ്പോഴും പിൽക്കാലത്തും അച്ഛൻ സംസ്കൃത നാടകം ചെയ്യുമ്പോഴും അവിടെ പിന്നെ കലാധരൻ എന്ന് പറഞ്ഞൊരു നടൻ, നമുക്കെല്ലാവർക്കും അറിയാം, കലാധരൻ നടൻ സീനിയർ ആക്ടറായിരുന്നു അച്ഛൻ്റെ. ഈ കടമ്പ തൊട്ട് പാട്ടുപരീക്ഷ ഒന്നാമൻ എന്ന് വേണുചേട്ടൻ സിനിമയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് കലാധരൻ എന്ന് പറഞ്ഞ നടനാണ്. ആ കലാധരൻ അന്ന് പാട്ടുപരീക്ഷയിൽ 4-മനോ 3-മനോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഒന്നാമനായി അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആൻ ആക്ടർ എന്ന് പറയും. അത് പിന്നെ പിൽക്കാലത്ത് കലാധരൻ പിന്നെ സീരിയൽസിലും മറ്റ് ഇതിലൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നു സീരിയൽസിലൊക്കെ. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ നാടക സംഘത്തിലൂടെ മറ്റൊരു നടൻ, പ്രമുഖ നടൻ നമ്മുടെ കൃഷ്ണൻകുട്ടി നായരാണ്. അദ്ദേഹം ശങ്കരപ്പിള്ള സാറിൻ്റെ തിയേറ്ററിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതിലൂടെ പിൽക്കാലത്ത് ഈ കടമ്പയിലെ പാട്ടുപരീക്ഷ ആയിട്ട് വരികയും അതൊരു പ്രധാന കഥാപാത്രമാണ്, ഉറഞ്ഞു തുള്ളുന്ന ഒരു കഥാപാത്രമാണ്. അത് ആ ഒരു പാരമ്പര്യം അത് പിന്നെ കൃഷ്ണൻകുട്ടി നായരുടെ മകൻ ശിവൻ ഇപ്പം സിനിമ ആക്ടറാണ്. നാടകത്തിൽ പുള്ളി വരികയും ശിവൻ വരികയും, ശിവനും ഈ വേഷം പിൽക്കാലത്ത് ഇപ്പം കടമ്പയുടെ 40-ാം വാർഷികത്തിനൊക്കെ ശിവൻ ഈ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശിവനും ആ തുടർച്ചയുടെ ഒരു ഭാഗമാണ്. അച്ഛൻ്റെ അഭിനയം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ശിവനും. അപ്പോൾ ഈ നാടകത്തിൻ്റെ ആ ഒരു പ്രക്രിയയിൽ ഇവരെല്ലാം എത്രയോ നടന്മാരതിൻ്റെ ഭാഗമായി മാറി. അവരാരും നമ്മളോട് ഇപ്പോൾ ഇല്ല എന്നുള്ള ആ പഴയ നമ്മുടെ വേണുചേട്ടൻ, ഗോപിച്ചേട്ടൻ, കൃഷ്ണൻകുട്ടിയാരേട്ടൻ, ജഗന്നാഥൻ, അങ്ങനെ എത്രയോ നടന്മാർ വന്നു പോയ ഒരു അവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തെ അവരുടെ റിഹേഴ്സലൊക്കെ കണ്ട് ആസ്വദിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ദാസേട്ടനുമായിട്ട് ഒരിക്കൽ ഒരുമിച്ച് പാടാനിടയായി. അത് ഇളയരാജ സാറിൻ്റെ ആലോലം എന്ന ചിത്രത്തിൽ പാടാനിടയായി. ലൈവായിട്ട് ദാസേട്ടനോടൊപ്പം തൊട്ട് അടുത്ത മൈക്കിൽ പാടാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോഴേക്കും എൻ്റെ അതിനകത്ത് തെറ്റ് കാരണം ഒരു 2 പ്രാവശ്യമൊക്കെ പിന്നെ ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വെപ്രാളവും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അന്ന് അനുഭവിച്ചറിഞ്ഞു.